ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാതൊരു ആധുനിക യാത്രാ സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് ഭാരതത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് മഹാസമുദ്രങ്ങൾ കടന്നുപോയ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കഥ കേട്ടിട്ടുണ്ടോ? കേവലം വാണിജ്യത്തിനായി മാത്രം ആരംഭിച്ച യാത്രകളിലൂടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പടർന്നു കയറിയത് ഒരു മഹത്തായ പൈതൃകമായിരുന്നു. വായനയുടെ അടുത്ത നിമിഷങ്ങളിൽ ഭാരതത്തിന് പുറത്തുള്ള അതിശയിപ്പിക്കുന്ന ചില ക്ഷേത്ര വിസ്മയങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം. ഈ കഥ നിങ്ങളുടെ ഉള്ളിലെ യാത്രാമോഹങ്ങളെയും ചരിത്രാന്വേഷിയെയും തീർച്ചയായും ഉണർത്തും. ഈ യാത്ര നമ്മെ ആദ്യം കൊണ്ടുപോകുന്നത് കംബോഡിയയിലെ കൊടുങ്കാടുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു വലിയ അത്ഭുതത്തിലേക്കാണ്. അങ്കോർ വാട്ട് 12-ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന രാജാവ് നിർമ്മിച്ച ഈ മഹാക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ പവിത്രമായ ആരാധനാ കേന്ദ്രമാണ്. മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ഈ നിർമ്മിതിയുടെ കൽച്ചുവരുകളിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഇതിഹാസ കഥകൾ അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നായ ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ തലയുയർത്തി നിൽക്കുന്ന പ്രാമ്പനാൻ ക്ഷേത്രം ഹൈന്ദവ വാസ്തുവിദ്യയുടെ എക്കാലത്തെയും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ത്രിമൂർത്തികളായ ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനുമായി നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്ര സമുച്ചയം ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഉത്തമ പ്രതീകമായി നിലകൊള്ളുന്നു. അവിടെ നിന്നും പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിലേക്ക് പോയാൽ കടലിനു നടുവിലെ ഒരു കൂറ്റൻ പാറക്കെട്ടിൽ തലയുയർത്തി നിൽക്കുന്ന താനലോട്ട് ക്ഷേത്രം കാണാം. തിരമാലകൾ നിരന്തരം പാദം കഴുകുന്ന ഈ കടലോര ക്ഷേത്രം വാസ്തുവിദ്യയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും അതുല്യമായ ഒരു സംഗമ സ്ഥാനമാണ്. സൂര്യാസ്തമയ സമയത്ത് സമുദ്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ അനുഭവമാണ്. സമുദ്രദേവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുണ്യസ്ഥലം ബാലിനീസ് സംസ്കാരത്തിൻ്റെ ആത്മീയ ഹൃദയം കൂടിയാണ്. കടൽപ്പാമ്പുകൾ ഈ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നുണ്ടെന്നാണ് തദ്ദേശവാസികളുടെ വിശ്വാസം. കടൽ കടന്ന് മലേഷ്യയിലെത്തുമ്പോൾ കോലാലംപൂരിൻ്റെ അതിർത്തിയിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കൂറ്റൻ രൂപം കാണാം. ലോകപ്രശസ്തമായ പത്തുമല അഥവാ ബാട്ടു കേവ്സ്. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും തൈപ്പൂയ മഹോത്സവത്തിന് ഇവിടെ എത്തുന്നത്. ചുണ്ണാമ്പുകല്ലുകൾ നിറഞ്ഞ മലയിലുള്ള 272 വർണ്ണാഭമായ പടവുകൾ കയറി ഗുഹാക്ഷേത്രത്തിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന ശാന്തിയും പ്രകൃതിയുടെ വന്യസൗന്ദര്യവും വാക്കുകൾക്ക് അതീതമാണ്. ഈ പൗരാണിക വിസ്മയങ്ങൾ മാത്രമല്ല, ആധുനിക കാലത്തും നമ്മുടെ പൈതൃകം കടൽ കടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ UAE മണ്ണിൽ അബുദാബിയിൽ ഈയിടെ ഉയർന്നുവന്ന BAPS ഹിന്ദു മന്ദിർ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ കൊത്തുപണികൾ ചെയ്ത കല്ലുകൾ കൂട്ടിയോജിപ്പിച്ച് മരുഭൂമിയിൽ അവർ തീർത്തത് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു മഹാകാവ്യമാണ്. അതിരുകൾ ഭേദിച്ചുള്ള നമ്മുടെ ക്ഷേത്രയാത്ര അവിടെ അവസാനിക്കുന്നില്ല. ലോകഭൂപടത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ സുവർണ മുദ്ര പതിപ്പിച്ച കൂടുതൽ വിസ്മയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആധുനിക ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പൗരാണികതയുടെ വാസ്തുവിദ്യ വിസ്മയങ്ങളുടെയും പുതിയൊരു തലത്തിലേക്ക് ഈ യാത്ര നിങ്ങളെ കൊണ്ടുപോകും. ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കും വളരെ മുൻപേ രൂപപ്പെട്ട പൈതൃകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള കടാസ് രാജ് ക്ഷേത്ര സമുച്ചയം ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഇതിഹാസങ്ങളുമായി അത്രമേൽ ഇഴചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് മഹാഭാരത കാലഘട്ടത്തോളം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. സതീദേവിയുടെ വിയോഗത്തിൽ മനം നൊന്ത് കരഞ്ഞ പരമശിവന്റെ കണ്ണുനീർ വീണാണ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പവിത്രമായ തടാകം രൂപപ്പെട്ടത് എന്ന് പുരാണങ്ങൾ പറയുന്നു. പാണ്ഡവർ തങ്ങളുടെ വനവാസക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്നതായും കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ ശിലാക്ഷേത്രങ്ങൾ ഏതൊരു ചരിത്രാന്വേഷിയുടെയും ഉള്ളിൽ വലിയ വിസ്മയമാണ് നിറയ്ക്കുന്നത്. ഇനി നമുക്ക് പാശ്ചാത്യ ലോകത്തേക്ക് ഒരു യാത്ര പോകാം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ റോബിൻസ്വില്ലിൽ ഉയർന്നു നിൽക്കുന്ന BAPS സ്വാമിനാരായൺ അക്ഷാർധാം ക്ഷേത്രം ആധുനിക കാലത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കംബോഡിയയിലെ അങ്കോർ വാട്ടിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രമാണിത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ശില്പികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഇറ്റാലിയൻ മാർബിളിലും രാജസ്ഥാനി മൺകല്ലിലുമായി ഈ മഹാവിസ്മയം പടുത്തുയർത്തിയത്. 12 വർഷത്തോളം എടുത്ത് പൂർത്തിയാക്കിയ ഈ ക്ഷേത്രം അമേരിക്കൻ മണ്ണിൽ ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന കലയുടെയും വാസ്തുവിദ്യയുടെയും ജീവിക്കുന്ന സമന്വയമാണ്.
യൂറോപ്പിലെ മഞ്ഞു വീഴുന്ന നഗരങ്ങളിലും നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ കാണാം. ലണ്ടനിലെ നിസ്ജൻ ക്ഷേത്രം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇന്ത്യയിൽ കൊത്തിയെടുത്ത 5000-ലധികം ടൺ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ക്ഷേത്രം യൂറോപ്പിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു കൽക്ഷേത്രമാണ്. ഇരുമ്പോ ഉരുക്കോ ഉപയോഗിക്കാതെ പൂർണ്ണമായും ഭാരതീയ തച്ചുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച ഈ ക്ഷേത്രം പാശ്ചാത്യ ശൈലിയിലുള്ള നഗരമധ്യത്തിൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള മനോഹരമായ ഒരു പാലമായി വർത്തിക്കുന്നു. കടലിനക്കരെയുള്ള ഈ പൗരാണിക ആധുനിക നിർമ്മിതികൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല, കാലാതിവർത്തിയായ നമ്മുടെ മഹത്തായ പൈതൃകത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. ഇവ വെറും കല്ലിൽ തീർത്ത നിർമ്മിതികളല്ല, മറിച്ച് ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകങ്ങളാണ്. ദേശങ്ങൾ എത്ര മാറിയാലും അതിർവരമ്പുകളില്ലാത്ത സാംസ്കാരിക വിനിമയം എത്രത്തോളം മനോഹരമാണെന്ന് ഈ ക്ഷേത്രങ്ങൾ നമ്മോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു.